ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലെ വേട്ടാവളിയന്മാരെയും അവരുടെ കുറച്ച് വീഡിയോസും കണ്ടാലോ? കമോൺ. കമ്മട്ടി പടത്ത് പിള്ളേരെ തൊട്ടോലെ, കമ്മട്ടി പടത്ത് പിള്ളേരെ തൊട്ടോലെ ഇടിച്ച് കൂട്ടിക്കളയും വന്നേ. ലാലേട്ടനെ കാണുമ്പോ ആദ്യം തന്നെ കെട്ടിപ്പിടിച്ച് ചുണ്ടത്തൊരു ഉമ്മ കൊടുക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ് ലാലേട്ടനെ കാണണമെന്ന്. കാണുമ്പോ പുള്ളി കുറെ ബോഡി ഗാർഡൊക്കെ ഇട്ട് പുള്ളി അങ്ങനെ അടുപ്പിക്കാറില്ല. ഇപ്പൊ ലാലേട്ടനെ എന്റെ കൺമുമ്പിൽ വെച്ച് കണ്ട കെട്ടിപ്പിടിച്ചൊരു ചുണ്ടത്തൊരു ഉമ്മ കൊടുക്കും. ഞാനും അലൻ ജോസ് പെരേരയും സോഷ്യൽ മീഡിയയിലെ മമ്മൂട്ടി മോഡലാണ്. സോഷ്യൽ മീഡിയയിലെ മമ്മൂട്ടി മോഡലാണ് ഞാനും അലൻ ജോസ് പെരേരയും. ഞങ്ങളെ അധികം കളിയാക്കണ്ട. എന്താണ് മേഡം? ഞാൻ ഗീതാ പ്രഭാകരനാണ്. എന്റെ മോനെ നീ എവിടെയാ ഞാൻ കുടിച്ചിട്ട് മേഡം വീണ്ടും ചോദിച്ചോണ്ടിരിക്കുകയാണ്. മേഡത്തിന് അത്ര ഇതാണെങ്കിൽ റൂമില്ലേ, അവിടെ പോയിരുന്നു നമുക്ക് ഒരുമിച്ചിരുന്ന് മാതാം. വാ മേഡം, എന്നാ കറക്റ്റായിട്ട് പറയാം. മുള്ളംകൊല്ലി പുഴയില്ലേ, എന്റെ അടിത്തട്ടിലാണ് വരനെ കുടിച്ചിട്ടാണ്. വാ നമുക്ക് പുഴയിലേക്ക് വാ മേഡം. ആ പുഴ പറ്റിക്കണം മേഡം, ആ പുഴ പറ്റിക്കണം. അതിന്റെ അടിയിലാണ് വരൻ, അതിന്റെ അടിയിലാണ് വരൻ. ഈ ആകാശം പിളർന്ന് പുനർജന്മമെടുത്ത് നീ വീണ്ടും വരും ഭൈരവാ. ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ് ഈ കിംബോയി. ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കടക്കുന്നവനാണ് ഈ ജിംറൂട്ടൻ. ഹഹാ, ജിംറൂട്ടൻ. എന്താ പറ്റിയത്? ഇത് കണ്ട കുഞ്ഞാക്ക, ആ റോഡ് കിങ്ങുകാർ ചെയ്ത പണി കണ്ടേക്ക. എന്താ ആ കൊച്ചിനിടിച്ചിട്ട് പോയി. ഈ കിങ്ങിന്റെ പുറത്ത് വേറൊരു കിങ് വേണ്ട, ചോദിക്കാം. ഹലോ ഗൈസ്, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ 7 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ട്രെയിൻ വരുമ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നിൽക്കുക. രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ട്രെയിൻ പോയ ശേഷം ഓടി ചാടി കയറാതെ ഇരിക്കുക. മൂന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിൽ ഇരിക്കരുത്. നാലാമത്തെ കാര്യം പാളം മുറിച്ച് കടക്കരുത്. അഞ്ചാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ട് ട്രെയിനിൽ ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ഉറങ്ങിയിട്ട് സ്റ്റേഷൻ മാറിയാലും ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ആറാമത്തെ കാര്യം കിംബോയി പറയും. എന്താണ് കിംബോയി? ആറാമത്തെ കാര്യം ഒരു ആവശ്യമില്ലാതെ ഒരു കാരണമല്ലാതെ ചെയിൻ ഒന്നും പിടിച്ച് വലിക്കാൻ പാടില്ല. ഏഴാമത്തെ കാര്യം എന്ത് കിംബോയി? ഏഴാമത്തെ കാര്യം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ അകത്ത് കയറി ഇരിക്കാൻ പാടില്ല. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാം ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞ് പിന്നെ അങ്ങനെ കിടന്നുറങ്ങി ചില പൈസ എല്ലാം ഇത് നഷ്ടമായിട്ട് നമ്മളെ പറഞ്ഞ കാര്യമില്ല അല്ലെ. അങ്ങനെ ഇങ്ങനെ എന്നും പറഞ്ഞ കാര്യമില്ല. ഓക്കെ, സലാമു അലൈക്കും. ലാ മുത്തുമണിയക്കും സുഖല്ലേ? എല്ലാവരും അബീത്താന്റെ യൂട്യൂബിലേക്ക് വരണേ. യൂട്യൂബിലാ കുറേ വീഡിയോസ് ഉള്ള. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒന്നുമില്ല. ഒരു കുറേ ദിവസം കഴിയുമ്പോൾ ഒന്നിടലാ ഉള്ളൂ. എല്ലാവരും യൂട്യൂബിലേക്ക് വരണേ. നമുക്കെല്ലാവരും പിടിച്ച് ഈ കുപ്പിയിലാക്കണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. യൂട്യൂബിലേക്ക് വരുവേ. നിങ്ങൾ പറയലില്ല ചെമ്പരത്തി പൂവാ നല്ലതെന്ന്. ചെമ്പരത്തി പൂ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. അബീത്താന്റെ സന്തോഷ വാർത്ത കേൾക്കണമെങ്കിൽ യൂട്യൂബിലേക്ക് വരണട്ടാ. ഭയങ്കര സന്തോഷ വാർത്ത പറയാനുണ്ട്. യൂട്യൂബിലാ പറയാ. വേമ്പ. ഓക്കെ മക്കളെ, ബായ്. റോഡ് അടിച്ചു പൊട്ടിക്കുന്നു. ഓപ്പൺ കമേഴ്സ് സ്റ്റോപ്പ്. ഓപ്പൺ കമേഴ്സ് സ്റ്റോപ്പ്. ഞാൻ 10 വരെ പോയുള്ളൂ. 10 വരെ പഠിച്ചതിന്റെ വിദ്യാഭ്യാസം അല്ല അമ്മ കാണിക്കുന്നത്. കാരണം അത്രയും ഭാഷ പറയണമെങ്കിൽ ചെറിയ കാര്യമല്ല. നമുക്ക് ഒരു പക്ഷേ ഹിന്ദി ഇംഗ്ലീഷൊക്കെ പഠിച്ച് നേടാം. പക്ഷേ ഈ സാധനം കക്കൊക്കെ ആ സാധനമൊക്കെ എങ്ങനെ പറയാൻ പറ്റും? അത് സൗത്ത് കൊറിയ ഭാഷയാണ്. എനിക്കറിയാവുന്ന കേസാണ്. അതിന് അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അക്ഷരം, തിരിഞ്ഞു പറഞ്ഞ ഒരു സാധനമാണ്. പിന്നെ അറബ് എഴുതും ഞാൻ. അറബ് എഴുതുവോ? ഇത് പറഞ്ഞ് ഇങ്ങനെ ആക്കിയപ്പോ തൊട്ടടുത്തുനിന്ന് ഒരു
മുസ്ലിരെ കൊണ്ടുവന്ന് നമ്മളെ അച്ഛൻ എന്റെ മോക്ക് ഇതിപ്പോ എത്ര ഭാഷ നമ്മൾ സംസാരിക്കുന്നു? എനിക്ക് അറിഞ്ഞൂടാ മോനെ, നമ്മളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. ഭയങ്കര കേട്ടോ, നമ്മളൊക്കെ എന്താ പറയുക, മലയാളം തന്നെ പറഞ്ഞു ഒപ്പിക്കാൻ ഇവിടുന്ന് പാട്. ഏതായാലും സോഷ്യൽ മീഡിയ ഇപ്പൊ വേട്ടാവളിയന്മാരെ കൊണ്ട് തട്ടിത്തടഞ്ഞ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.